അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തോട് യാത്ര പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ തലേന്നത്തെ ദിവസം എടുത്ത ബ്ലോഗാണ് കേട്ടോ ഇത്. അപ്പോൾ നാളെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് രാവിലെ എണീച്ചപാടെ തന്നെ നമ്മൾ ബെഡൊക്കെ മേക്ക് ചെയ്തിട്ടുണ്ട് ആസ് യൂഷ്വൽ. പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പൊക്കെ ആയതിന് ശേഷം ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ പുറത്തു പോയി നിൽക്കുക എന്നുള്ളതാണ്. പുറത്തു പോയി നിൽക്കുമ്പോൾ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. പക്ഷേ എനിക്ക് ഒരുപാട് കിളികളുടെ ശബ്ദവും കുറേ കിളികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് നല്ലോണം മോർണിംഗ് നല്ലൊരു പോസിറ്റീവായിട്ട് നമുക്ക് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അത് പാളയം പള്ളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എപ്പോഴും നല്ല രാത്രി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ ഞാനൊരു സോളോ വൈബിങ് എന്നുള്ള രീതിയിൽ എനിക്കിവിടെ വന്നതിന് ശേഷം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് ഒന്ന് ഷോപ്പിങ്ങിനും കഫേയിലൊക്കെ പോയിട്ട്, കഫേന്നല്ല വെള്ളം കഴിക്കാനൊക്കെ പോകണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു. പക്ഷെ പോകാൻ വേണ്ടി പറ്റാറില്ല. ഇന്ന് ഞാൻ വിചാരിച്ചെന്തായാലും ഇറങ്ങാൻ പുറത്ത്. നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാമല്ലോ. ഇനി എപ്പോഴാണ് ട്രിവാൻഡ്രം വരുന്നതെന്നൊന്നും അറിയില്ല. ഫസ്റ്റ് തന്നെ പാറുവിന് ഒരു ക്ലിപ്പ് വാങ്ങിക്കാനാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞാനതേ അവൾക്ക് ബട്ടർഫ്ലൈ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ ക്ലിപ്പ്, എനിക്ക് വേണ്ട തരത്തിലുള്ള ബട്ടർഫ്ലൈൻ്റെ ക്ലിപ്പ് ഉണ്ടായിരുന്നു. ആ ബ്ലൂ ഞാനിപ്പോൾ എടുത്തില്ല, കാരണം അത് ബ്ലൂ വൈറ്റ് മാത്രം കോമ്പിനേഷൻ ആയിപ്പോയി. ഇതാകുമ്പോൾ എല്ലാ ഡ്രസ്സസിൻ്റെ കൂടി ഇടാലോ എന്ന് കരുതിയിട്ട് ഇതാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് ഞങ്ങളുടെ ലാസ്റ്റ് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നൊരു കഫേ നമ്മളെല്ലാവരും കൂടി പോയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് അവിടെ ഒറ്റയ്ക്ക് ഒന്ന് എൻജോയ് ചെയ്യണമെന്ന് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി വേറൊരു കഫേയായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കുറച്ചധികം നടക്കാനുണ്ട്. ഇതും കുറച്ചുണ്ട് നടക്കാൻ, പക്ഷേ പോയി വരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പം തോന്നില്ല. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് പ്ലാൻ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഈവനിങ് പബ്സൊക്കെ കഴിച്ചിട്ട് വയറ് നല്ല ഫുള്ളായിട്ടുണ്ട്. പക്ഷേ ഒരു ഔട്ടിങ്, സോളോ ഔട്ടിങ് എൻ്റെ ഒരു സ്വപ്നമായതിനാൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അങ്ങനെ കാര്യമായിട്ട് ഷോപ്പ് ചെയ്യാനൊന്നും ഇല്ല, അതുകൊണ്ട് ഷോപ്പിങ്ങിനും കാര്യങ്ങളൊന്നും കയറുന്നില്ല. പിന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അങ്ങനെ കുറേ അധികം ഷോപ്പ് ചെയ്യുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര കുറവാണ്. പിന്നെ വേറൊരു ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ് ഇവിടെ. നമ്മുടെ നാട്ടിനെക്കാട്ടും അത്യാവശ്യം എക്സ്പെൻസീവ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് നമ്മൾ കഫേ എത്തിയാൽ. എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞ ഒരു കോഫി കുടിക്കാനുള്ള സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ അവിടുത്തെ മെനു ഫുള്ളായിട്ടൊന്ന് വീക്ഷിച്ചു. അതിപ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ അല്ലേ, എന്തെങ്കിലും വെറൈറ്റി കിട്ടുമെന്ന് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു നോർമൽ കോഫി തന്നെ ഓർഡർ ചെയ്തിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്നു. അവിടെ ഓൾറെഡി ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഗ്യാങ് ഫുൾ അടിപൊളി. അവരവിടെ നിന്ന് എന്തൊക്കെയോ കളിച്ച് നല്ല രസമായിരുന്നു. പക്ഷേ ഞാൻ ഈ സോളോ വൈബിങ്ങിന് വന്നത് കൊണ്ട് എനിക്കും അത്യാവശ്യം എന്താ പറയുക, മീ ടൈം എന്നൊക്കെ പറയുമ്പോൾ നല്ല സെൽഫ് ടൈം എനിക്കിഷ്ടപ്പെട്ടു. കഴിഞ്ഞ തവണ ഇവിടെ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു സോളോ ഔട്ടിങ്ങിന് പോകണമെന്ന്. ഇത് ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയേണ്ട ഔട്ടിങ്ങും കാര്യങ്ങളൊന്നും അല്ലാന്ന് എനിക്കടക്കം അറിയാം. പക്ഷേ എന്നാലും എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഞാൻ മാത്രമായിട്ടുള്ളൊരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്തത്. പിന്നെ അവിടെ കുറേ ബുക്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു ബുക്കൊക്കെ എടുത്തിട്ട് ചെറുതായിട്ട് അതിൻ്റെ സമ്മറിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കായിരുന്നു. ഏതൊക്കെയാണ് നല്ലതെന്ന് നോക്കിയിട്ട്.
ഗൈസ്. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ പോകണോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ 2 ദിവസമായിട്ട് കുറച്ച് വയറ് വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഉഴലുന്നുണ്ട് ഞാൻ. അപ്പോൾ അധികം പുറത്തത്തെ ഫുഡ് ഞാനിപ്പം കഴിക്കാറേ ഇല്ല. ഭയങ്കര കുറവാണ് കഴിക്കുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ട് പുറത്തത്തെ ഫുഡൊന്നും കഴിക്കും. ഇവിടെ രാത്രി ഇറങ്ങി നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നായി എന്ന് പറയുന്നത് ഇവിടെ അവരുടെ സ്ഥലം പോലെ നിരങ്ങുന്നൊരു സ്ഥലമാണ്. എനിക്കാണ് നായിനെ ഭയങ്കര പേടിയുള്ള ഒരാളുമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒരു 6 മണി കഴിഞ്ഞ സമയത്ത് ഇറങ്ങാൻ വേണ്ടി കാരണം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞ സമയമാണെങ്കിൽ ഇവിടെ അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ രാത്രി ഇറങ്ങി നടക്കുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നായ്ക്കളുടെ ശല്യം എന്ന് പറഞ്ഞാൽ അസഹനീയമാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ആൾക്കാരുള്ള സമയത്ത് ഇറങ്ങാൻ കാരണം. ഒന്ന് വിളിച്ചാൽ ഓടി വരാൻ ആരെങ്കിലും വേണ്ട. എനിക്ക് ഭയങ്കര പേടിയാണ് നായി. നമ്മളിത് വീട്ടിലെത്തിയിട്ടോ. സമയം ഒരു 8 മണി ആവാനായിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഒരു 10-15 മിനിറ്റ് ഞാൻ താഴെ ചേച്ചിയായിട്ട് വർത്തമാനം പറഞ്ഞിരുന്നു. ചേച്ചിക്ക് നമ്മൾ പോകുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ശരിക്കും ഒരു ഹോംലി ഫീലായിരുന്നു. ഫുഡിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ബാക്കി എല്ലാ കാര്യത്തിലും അവരെന്താണ് കഴിക്കുന്നത് അത് നമുക്ക് തരിക. എക്സ്ട്രാ ആയിട്ട് കാര്യങ്ങൾ കുറേ തന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം തരും. നല്ല അടിപൊളി ഫുഡായിരുന്നു. ചേച്ചിക്ക് നല്ല കൈപ്പുണ്യാണ്. ആരെങ്കിലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് DM ചെയ്താൽ മതി. ഞാൻ ചേച്ചീൻ്റെ നമ്പറൊക്കെ തരാം. നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒരു വീടിൻ്റെ തൊട്ട് മേലെയാണ് ഈ ഒരു റൂമിൽ നമ്മളിപ്പോൾ 4 പേര് കിടക്കുന്നത്. ഇനി ഇത് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആൾക്കാർ അക്കോമഡേറ്റ് ചെയ്യായിരിക്കും. സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ല കൂൾ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇനിയുള്ള ടാസ്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ നേരെ ബാഗ് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. പിന്നെ അല്ലെങ്കിൽ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പോകണം. ഓരോ സാധനം ഓരോ സ്ഥലത്തു നിന്ന് പെറുക്കിയെടുക്കാണ്ട് മേലെ ഉണങ്ങാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉണ്ട് കുറേ സാധനങ്ങൾ. എല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ. പിന്നെ അലമാരിയിലുണ്ട്. എല്ലാം എടുത്ത് വെക്കണം. നാളെ ഫുഡ് തന്നു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിക്കണം. നമ്മളിങ്ങനെ വിചാരിച്ചു ട്രെയിനിൽ പോകാൻ വേണ്ടി ഓർഡർ ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേച്ചി നന്മമരമായത് കൊണ്ട് നമുക്കെല്ലാം തരും. അങ്ങനെ മേലൊക്കെ കുളിച്ചിട്ട് വന്നു. ഇനി നമുക്ക് നേരെ ബാഗ് പാക്ക് ചെയ്യാം. കുറേ സമയം പേജ് ഇനി വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഭാവി ഭൂതം വർത്തമാനത്തിനെ പറ്റി കുറച്ചൊന്ന് സംസാരിച്ചു. നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം. സോ വി ഹാവ് പൊറോട്ട ഹിയർ. പൊറോട്ട ഉണ്ട്. ഇവിടുത്തെ പൊറോട്ട അത്യാവശ്യം ചെറുതാണ്. പൊറോട്ട ഉണ്ട്. പിന്നെ എന്തുണ്ട്? ചില്ലി ചിക്കൻ. ടേസ്റ്റ് ചെയ്തിട്ട് കൂടി കാണിച്ചു തരാം. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാനിതേ ഫുള്ളൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പണി പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചിയുടെ മോൻ എനിക്കിത് വാട്ടർമെലൺ കൊണ്ടു തന്നു. ഞാൻ മാത്രമേ ഈ ഒരു ടൈം റൂമിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും പുറത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് പാറുവിന് കൊണ്ടുവന്ന് ഗിഫ്റ്റ് അവൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു ഇതൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട്. അവളുടെ എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്നേ എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ അവളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ കുറച്ച് കലാപരിപാടികൾ മുടിയിൽ കൂടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അയക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഞാൻ ഇനി മാക്സിമം വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പക്ഷേ എനിക്ക് അക്കാഡമിക്സും കുറച്ച് അങ്ങനത്തെ തിരക്കുള്ള കാരണമാണ് എനിക്ക് കുറച്ച് ഡിലേ ആവുന്നത് കേട്ടോ. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.